അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു മീഡിയം പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ കട്ട് ചെയ്തിടാം. ഇത് ഇവിടെ കിട്ടുന്നതായതുകൊണ്ട് തൊലി കറുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു മീഡിയം പഴുപ്പേ ഈ പഴത്തിനേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇഡ്ഡലി പാത്രത്തിനകത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഇത് ആവി കയറ്റി വെക്കാം. അപ്പോൾ എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പഴം ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുക. ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ഈ നാര് എല്ലാം ഒന്ന് തന്നെ കളഞ്ഞെടുക്കാം. ഇത് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ടൊക്കെ തോന്നും. അതുകൊണ്ടാണ് മീഡിയം പഴുപ്പുള്ള പഴം എടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുള്ളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് അല്പം ലൂസായിട്ട് വല്ലതും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഒന്ന് കുക്കായി വരുന്ന സമയത്ത്, ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള മുന്തിരിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കശുവണ്ടി മുന്തിരിയും ഒന്ന് റോസ്റ്റായി വരുമ്പോൾ 1 കപ്പ് തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പക്ഷേ കുറഞ്ഞ തീയിൽ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്ക ക്രഷ് ചെയ്തതോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ്സും റെഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴം കൊണ്ട് നമ്മൾ അതിൻ്റെ പുറം ഭാഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പഴം കുഴച്ച് വെച്ചത് ഇതുപോലെ കൈനകത്ത് വെച്ച് ഉള്ളൊന്ന് ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം തന്നെ ഫില്ലിങ് ഇതിനകത്തേക്ക് വെക്കാൻ പറ്റും നമുക്ക്. ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പഴത്തിൻ്റെ 2 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് എല്ലാം ഉള്ളിലാകുന്ന രീതിയിൽ ഈ പഴം നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ്സ് എല്ലാം ഉള്ളിലാവണം. പുറത്തോട്ട് ഒട്ടുമില്ലാതെ തന്നെ നമുക്ക് 2 കൈയും വെച്ച് ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉന്നക്കായൻ്റെ ഷേപ്പ് ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സാരമില്ല, നമുക്കിനി ആ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ നമുക്ക് എന്താവാം, ഉന്നക്കായൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിനകത്തേക്ക് ഞാനൊരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പഴമായാലും ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ആയാലും എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ നമുക്കിതിനൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊന്നിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. പടി പിടിക്കാതെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഉന്നക്കായുടെ പുറം ഭാഗം ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് കഴിക്കാം. അപ്പം ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്